എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇക്ഷ്വാകു വംശജനും യുവനാശ്വപുത്രനുമായ മാന്ധാതാവിൻ്റെ കഥയാണ്. ജനിച്ച ഉടനെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട യുവനാശ്വപുത്രന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ദ്രൻ തന്നെ പാനം ചെയ്യുക എന്ന അർത്ഥത്തിൽ മാം ധാത എന്ന് പറയുകയും തുടർന്ന് കുഞ്ഞിൻ്റെ കാലിലെ പെരുവിരലെടുത്ത് അതിൻ്റെ വായിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ദ്രാനുഗ്രഹത്താൽ പെരുവിരലിൽ നിന്ന് ചുരത്തിയ അമൃത് ഭക്ഷിച്ചു വളർന്ന കുഞ്ഞ് അമിത ബലവാനും വിഖ്യാതനുമായിത്തീർന്നു. വളർന്ന് ബലവാനായിത്തീർന്ന മാന്ധാതാവ് ഇന്ദ്രദേവന്റെ അനുഗ്രഹം മൂലം പിതാവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ സിംഹാസനാരോഹണം ചെയ്ത് മഹാചക്രവർത്തിയായിത്തീർന്നു. എല്ലാ രാജ്യങ്ങളെയും അദ്ദേഹം കൈവശപ്പെടുത്തി ശത്രു രാജാക്കന്മാരെയെല്ലാം ആട്ടിയോടിച്ചു. ശരബിന്ദു രാജാവിൻ്റെ പുത്രിയായ ബിന്ദുമതിയെ വിവാഹം കഴിച്ച മാന്ധാതാവിന് പുരുകുൽസനെന്നും മുജുകുന്ദനെന്നും പേരോടുകൂടിയ 2 പുത്രന്മാർ ജനിച്ചു. മാന്ധാതാവിന് അംബരീഷൻ എന്ന മറ്റൊരു പുത്രനും കൂടാതെ 50 പുത്രിമാരും ഉണ്ടായിരുന്നു. സത്യധർമാദികൾ കൈവെടിയാതെ രാജ്യം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു മാന്ധാതാവ്. ഐശ്വര്യം നാട്ടിലെങ്ങും കളിയാടി. അങ്ങനെയിരിക്കെ ഒരിക്കൽ മാന്ധാതാവിൻ്റെ രാജ്യത്ത് 3 വർഷത്തേക്ക് അനാവൃഷ്ടിയുണ്ടായി. അതിൻ്റെ കാരണമെന്തെന്നറിയുന്നതിനു വേണ്ടി മാന്ധാതാവ് വനത്തിൽ ചെന്ന് മഹർഷിമാരെ കണ്ടു. മഹർഷിമാർ രാജാവിനോട് പറഞ്ഞു, യുഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ കൃതയുഗമാണല്ലോ ഇത്. ധർമ്മം ഇപ്പോൾ 4 കാലിൽ സ്ഥിതി ചെയ്യുന്നു. ഈ യുഗത്തിൽ ബ്രാഹ്മണർക്കല്ലാതെ മറ്റു ജാതിക്കാർക്ക് തപസ് വിധിച്ചിട്ടില്ല. എന്നാൽ ഭവാന്റെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്. അതിനാലാണ് മേഘങ്ങൾ വർഷിക്കാത്തത്. ദോഷം തീരണമെങ്കിൽ അവനെ ഇല്ലാതാക്കണം. ഇത് കേട്ട് മാന്ധാതാവ് ഇങ്ങനെ പറഞ്ഞു, തപസ്വിയും നിരപരാധിയുമായ അയാളെ ഞാൻ വധിക്കില്ല. ആപശാന്തിക്ക് ധർമ്മം ഉപദേശിച്ചു തന്നാലും. മാന്ധാതാവിൻ്റെ ഈ വാക്കുകൾ കേട്ട് അങ്കിരസ് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങയുടെ തീരുമാനം ഇപ്രകാരമാണെങ്കിൽ ഭവാൻ ഏകാദശി നോൽക്കുക. ഭാദ്രപാദത്തിലെ വെളുത്ത പക്ഷത്തിൽ പത്മനാഭ എന്ന ഏകാദശി നോറ്റാൽ അതിൻ്റെ പ്രഭാവം മൂലം തീർച്ചയായും നല്ല മഴയുണ്ടാകും. സർവപീഠകളെയും നശിപ്പിച്ച് സർവസിദ്ധികളെയും നൽകുന്നതാണിത്. ഭവാനും പ്രജകളും പരിവാരങ്ങളും ഇത് നോൽക്കണം. അങ്കിരസിൻ്റെ ഉപദേശം സ്വീകരിച്ച് രാജാവ് അരമനയിൽ ചെന്ന് തൻ്റെ പ്രജകളോടുകൂടി ഏകാദശി നോൽക്കുകയും അതോടുകൂടി മഴ ഉണ്ടാവുകയും ചെയ്തു. രാജ്യം മുഴുവൻ വർഷത്താൽ നനഞ്ഞ് സസ്യപൂർണമായി തീർന്നു. അനേകം യാഗങ്ങൾ ചെയ്ത് ശുദ്ധനായ മാന്ധാതാവ് അവസാനം സ്വർഗത്തിൽ ഇടം പ്രാപിച്ചു. യുവനാശ്വപുത്രനായ മാന്ധാതാവിൻ്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.